AC ബസ് തിരഞ്ഞുപിടിച്ച് ബുക്ക് ചെയ്ത ശേഷം യാത്രക്കിടയിൽ AC പണി മുടക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വിയർത്തൊലിച്ച് ബസ്സുകാരെയും ശപിച്ച് യാത്ര തുടരുക തന്നെ. അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് നടക്കുക. ചിലർ ശബ്ദമുയർത്തും എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ ബസ് ജീവനക്കാർ കൈമലർത്തുകയും ചെയ്യും. തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സിൽ വിയർത്തൊലിച്ച് യാത്ര ചെയ്യേണ്ടി വന്നത് അങ്ങനെ മറക്കാൻ രാജേഷ് എന്ന യുവാവ് എന്തായാലും തയ്യാറായില്ല. പെട്ടത് കോർപ്പറേഷൻ MDയും ജനറൽ മാനേജറുമാണ്. നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി ചോദിക്കാൻ KP ശ്രീധരനുണ്ട്. ശ്രീധരൻ, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ശരിക്കും നമ്മൾ കുറെ പണമൊക്കെ മുടക്കി നമ്മുടെ യാത്ര സൗകര്യപ്രദമാകാൻ വേണ്ടിയാണ് AC ബസ്സിലൊക്കെ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ പണി കിട്ടിയാൽ ശരിക്കും വല്ലാതെ ദേഷ്യം വന്നു പോകും. ചിലപ്പോൾ ദീർഘദൂര യാത്രയായിരിക്കും. സൗകര്യത്തോടെ ഒന്ന് ആശ്വസിച്ച് യാത്ര ചെയ്യാമല്ലോ, ചൂടൊന്നും സഹിക്കേണ്ടല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും ഈ AC ഇങ്ങനെ പണി മുടക്കുന്നത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായത്? എനിക്ക് തോന്നുന്നു നമ്മളെ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക്, ഈ വാർത്ത കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഈ ഒരു അനുഭവത്തിലൂടെ പോയിട്ടുണ്ടാവും, ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. നമ്മളൊക്കെ പലപ്പോഴും അവിടെയുള്ള ജീവനക്കാരോട് ചിലപ്പോൾ തർക്കിക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം അത് വിടും. അത് നന്നായാൽ നന്നായി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഒരുവിധം ആളുകളും സ്വീകരിക്കാറ്. പക്ഷേ ഇവിടെ രാജേഷ് എന്നുള്ള യുവാവ് മധുരയിൽ നിന്ന് തിരുനെൽവേലിക്കാണ് ടിക്കറ്റ് എടുത്തത്. 190 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇതിൽ 37 രൂപ AC സംവിധാനത്തിന് വേണ്ടിയാണ് എന്ന് അതിൽ ആ ടിക്കറ്റിൻ്റെ നമ്മൾ ആ ഫെയർ എടുത്ത് നോക്കുമ്പോൾ, അത് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും. ഏതായാലും ഇയാൾ ആദ്യം ഈ TNSTC, തമിഴ്നാട് സർക്കാർ ബസ്സാണ്, തമിഴ്നാട്ടിലെ കോർപ്പറേഷൻ ബസ്സാണ്, അതിൻ്റെ MDയെയും GMനെയും കണ്ട് പരാതി പറഞ്ഞു. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. സാധാരണ നമ്മൾ ഈ സർക്കാർ സംവിധാനങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരോടൊക്കെ പോയാൽ അതൊക്കെ അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു മനോഭാവമാണ്. എല്ലാവരും അങ്ങനെയല്ല, ചില ആളുകളെങ്കിലും അങ്ങനെയുണ്ട് താനും. ഏതായാലും ഇദ്ദേഹത്തിനും രാജേഷിനും ഇങ്ങനെയുള്ള ഒരു മറുപടിയാണ് ലഭിച്ചത്. തുടർന്നാണ് ഇദ്ദേഹം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിലേക്ക് ഈ കേസുമായിട്ട് പോകുന്നത്. ഏതായാലും അദ്ദേഹത്തിന് അനുകൂല വിധി ഉണ്ടായി. 25,000 രൂപ അദ്ദേഹത്തിന് ഉണ്ടായ മാനസിക ബുദ്ധിമുട്ടിനും അതുപോലെ തന്നെ 10,000 രൂപ അദ്ദേഹത്തിൻ്റെ നിയമപരമായിട്ടുള്ള ചിലവുകൾക്കും കോടതി വ്യവഹാരങ്ങൾക്ക് വേണ്ടുന്ന ചിലവിനുമായിട്ട് നൽകാൻ, അങ്ങനെ 35,000 രൂപ നൽകാനാണ് കോടതി, ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി വിധിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതങ്ങനെ കോർപ്പറേഷൻ അക്കൗണ്ടിൽ നിന്നൊന്നും എടുത്ത് കൊടുക്കണ്ട എന്നാണ് കോടതി പറഞ്ഞത്. അത് ഈ GMൻ്റെയും, അതായത് പരാതി പറഞ്ഞ് അത് കേൾക്കാൻ തയ്യാറാവാത്ത ആ ഉപഭോക്താവിനെ, യാത്രക്കാരനെ പുച്ഛിച്ചു വിട്ട GMൻ്റെയും അതുപോലെ തന്നെ MDയുടെയും പോക്കറ്റിൽ നിന്ന്, സ്വകാര്യ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇത് നൽകണം എന്നുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഞാൻ ആലോചിക്കുകയാണ്, ഒരു ബസ്സിൽ 50 ആളുകൾ ദീർഘദൂര ബസ്സുകളിലേക്ക് യാത്ര ചെയ്യേണ്ടതിൽ ഈ 50 ആളുകളും ഇങ്ങനെ കേസുമായിട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സംവിധാനമൊക്കെ നന്നായേനെ. ഇന്ന് നന്നായില്ലെങ്കിൽ നാളെയെങ്കിലും ഇങ്ങനൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടായേനെ എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ നിമിഷം പറയണം. ഏതായാലും കൃത്യമായിട്ട് സംവിധാനങ്ങൾ നടന്നില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള വഴികൾ അപ്പുറത്തുണ്ട്. നമുക്ക് അതുമായി സമീപിക്കാം, അതുമായി മുന്നോട്ട് പോകാം. ഈ സംവിധാനത്തെ നമ്മളെ കൊണ്ട് ആകാവുന്ന തരത്തിൽ നന്നാക്കാൻ ശ്രമിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ രാജേഷ് എന്ന യുവാവിൻ്റെ നിയമ പോരാട്ടം നൽകുന്നത്.